നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ പറയുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസിയായിരിക്കുകയും ഹിന്ദു പേരുകളിൽ അറിയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് പോകുന്നത്. കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ 3 മാസമായി എനിക്ക് തോന്നുന്നു ഭാര്യ ഇറങ്ങിപ്പോയതിൽ പിന്നെയാണ് നാട്ടിലുള്ള സകലമാന ആൾക്കാരെയും കുറ്റം പറയുകയായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തെ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഉമ്മൻചാണ്ടിയെ വരെ തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് വരെ പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ഉമ്മൻചാണ്ടി കുടുംബം തകർത്തെങ്കിൽ ഇപ്പോൾ ആരാണ് ഗണേശ നിങ്ങളുടെ കുടുംബം തകർത്തത്? അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്ത്രീ വിഷയങ്ങളാണ് നിങ്ങളുടെ കുടുംബം തകർക്കാൻ കാരണമായത് എന്ന്. ഏതെങ്കിലും രീതിയിൽ യോജിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ യോജിപ്പിക്കാനുള്ള സാധ്യതയായിരുന്നു ഉമ്മൻചാണ്ടി തേടിയതെന്ന് ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകരായി ഞങ്ങൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. പിന്നീട് എന്തുകൊണ്ടാണ് തന്റെ ഇമേജ് ബിൽഡ് ചെയ്യാനും ഭാര്യ പുറത്തു പോയത് അറിയാതിരിക്കാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഗണേശൻ കഴിഞ്ഞ 3 മാസമായി ഈ കാട്ടിക്കൂട്ടലുകൾ നടത്തിയെന്ന് വ്യക്തമാകുന്നുണ്ട്. ഗണേഷ് കുമാർ കഴിഞ്ഞ കുറെ നാളുകളായി ക്രിസ്തുമത വിശ്വാസിയാണ് എന്നത് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. ഗണേഷ് കുമാറിന്റെ ഭാര്യ പറയുന്നത് താൻ കേസ് കൊടുക്കാൻ പോകാത്തത് താൻ ജീസസിന്റെ മകളായതുകൊണ്ടാണ് എന്നാണ്. ജീസസിന്റെ മകൾ എന്ന് തന്റെ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു. ഏത് ജീസസ് ആണ് കേസ് കൊടുക്കരുത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ അതിനെ അംഗീകരിക്കരുത്, അതനുസരിച്ച കാര്യങ്ങൾ നീക്കരുതെന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ എന്തിനാണ് പരാതി പറയാൻ പോയത്? അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇന്നലെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്? എന്തുകൊണ്ടാണ്, ആരെയാണ്, എന്തിനെയാണ് ബിന്ദു മേനോൻ ഭയക്കുന്നത്? ബിന്ദു മേനോൻ എന്ന പേരിൽ എന്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ക്രിസ്തുമത വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഈ മേനോൻ എന്ന വാല് ആദ്യം ഉപേക്ഷിക്കേണ്ടതല്ലേ? ആ മേനോൻ എന്ന വാലും വെച്ചുകൊണ്ട് താൻ ക്രിസ്തുമത വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുമത വിശ്വാസിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് അറിയുന്ന കാര്യവുമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏതോ ഒരു പാസ്റ്ററെ വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നേരത്തെയും അത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാവരും എല്ലായിടത്തും പോകും, അവിടെ പോയി പ്രാർത്ഥനയിലും ഒക്കെ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ തുറന്ന പറച്ചിലുകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗണേശും ക്രിസ്തുമത വിശ്വാസിയാണ് എന്നുള്ളതാണ്. ഈ ക്രിസ്തുമത വിശ്വാസിയായ ഗണേശനെ എങ്ങനെയാണ് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്? NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഏകാധിപത്യമാണ് കാണിക്കുന്നതെന്ന് താലൂക്ക് യൂണിയനിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയരുന്നുണ്ട്. തീർച്ചയായും ഗണേശനെ ഏറ്റവും അടുത്ത സമയം തന്നെ താലൂക്ക് യൂണിയനിൽ നിന്ന് പുറത്താക്കണം. 5000-ഓളം സ്ത്രീകളുമായി പ്രണയമുണ്ട് എന്നാണ് ഗണേഷ് അവകാശപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടം വിവാഹിതനായിരുന്നില്ല. വിവാഹിതനായ കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ ആദ്യ ഭാര്യയും പരാതി പറഞ്ഞിരുന്നു, 2ാം ഭാര്യയും പരാതി പറയാൻ എത്തുമ്പോൾ എന്താണ് ഇനി പറഞ്ഞു നിൽക്കാനുള്ളത്? വിവാഹിതനല്ലെങ്കിൽ അത് പ്രണയമാണ് എന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു. അവിടെ ശരി രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം വിവാഹിതനായിരുന്നില്ല. അയാൾക്ക് ആരുമായും ബന്ധമോ കമ്മിറ്റ്മെന്റോ ഒക്കെ ആകാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരാകട്ടെ സ്ത്രീകളെല്ലാം വിവാഹിതരുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴും നീതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തല്ലേ? രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ ഇന്നലെയും ശ്രമിച്ച ഗണേശൻ ആ കൂട്ടത്തിൽ ശ്രീലേഖയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഗണേശിന്റെ ഇരട്ട മുഖമാണ്. വർഗത്തിലും വർണ്ണത്തിലും വിശ്വാസത്തിലും എല്ലാം അയാൾ കാണിക്കുന്ന സദാചാര ബോധത്തിലുമെല്ലാം ഇരട്ട മുഖമുണ്ട്. പിന്നെ CPM-കാർ പൊതുവെ ഇങ്ങനെയാണ്. തങ്ങൾ കാണിക്കുന്ന തോന്നിവാസത്തെ എല്ലാം ന്യായീകരിക്കാൻ വേണ്ടി അതൊരു തത്വചിന്തയുടെ മുഖംമൂടി അണിയും. ഇന്നലെയും അത്തരം ചില തത്വചിന്തകളാണ് പറഞ്ഞത്. മാധവിക്കുട്ടിയെയും അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും വരെ അതിന് എടുത്തിട്ടലക്കാൻ ഒരു ബുദ്ധിമുട്ടും ഗണേശൻ ഉണ്ടായില്ല. നാണവും മാനവും തൊലിക്കട്ടിയും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലെ വീണ്ടും അവിടുത്തെ പത്തനാപുരത്തെ സ്ത്രീകൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട്, പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. കേരളത്തിലെ പൊതുസമൂഹം ഗണേശൻ എന്ന പെണ്ണുപിടിയനെ വിലയിരുത്തുകയാണ്. ഒന്നല്ല പലതവണ. യാമിനി തങ്കച്ചി പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും പറയാൻ ബിന്ദുവിനുണ്ടായിരുന്നില്ല. യാമിനി തങ്കച്ചി ഈ പറഞ്ഞത് കേട്ടും സോളാർ പരാതിക്കാരി തന്റെ കുട്ടിയുടെ അച്ഛൻ പോലും ഇയാളാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയപ്പോഴും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്
ഗണേഷ് കുമാറിനോടൊപ്പം ഒരു ജീവിതം നയിക്കാൻ വന്നയാളാണ് ബിന്ദു. അപ്പോൾ ബിന്ദു ഇപ്പോൾ പറയുന്നതിന് എന്ത് സാങ്കേതികത്വമാണുള്ളത്? ഗണേഷ് കുമാറിന്റെ എല്ലാ അവിഹിത ഇടപാടുകളും അറിയുന്ന ബിന്ദു ഭാര്യയായി തുടരാൻ ആഗ്രഹിക്കുകയും ഭാര്യയായി പോവുകയുമായിരുന്നു. 2019 പ്രശ്നമുണ്ടാവുകയും അന്നും ഇതുപോലെ തന്നെ ഒത്തുതീർപ്പ് ശ്രമം നടത്തുകയും കൂടെ താമസിക്കുകയും ചെയ്തു എന്ന് ബിന്ദു തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അത്രയും വൃത്തികെട്ട സാഹചര്യം, ആ സാഹചര്യം നേരിൽ കണ്ടപ്പോഴാണ് ബിന്ദു ഇറങ്ങാൻ തീരുമാനിച്ചത്. ഏതായാലും നിയമവ്യവസ്ഥയുടെ ആനുകൂല്യം നേടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ബിന്ദു വീണ വിജയനെ വിളിച്ചത്? രാഷ്ട്രീയപരമായി നിങ്ങളെ ദ്രോഹിക്കുന്നില്ല എന്ന് പറയാനോ? പിണറായി വിജയൻ തന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയാനോ? അതോ ഗണേഷ് കുമാറിനെ വരട്ടി വീണ്ടും നിർത്താനോ? എന്തായിരുന്നു ബിന്ദുവിന്റെ ഉദ്ദേശം? ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ബിന്ദു പറയുമ്പോഴും ഒരു ക്ലോഷർ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ കോടതി വഴി നിയമപരമായല്ലേ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം വേർപെടുത്തേണ്ടത്? പിന്നെ ജീസസിന്റെ മകളായതുകൊണ്ട് അങ്ങനെ വിവാഹം വേർപെടുത്താൻ കോടതിയിലേക്ക് പോകാൻ കഴിയുമോ? ഏതായാലും ഈ വിഷയത്തിൽ എന്തൊക്കെയോ ബിന്ദുവിനും ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടെന്ന് വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ യാമിനിയുള്ള കാലത്തുള്ള ബന്ധമായിരുന്നിരിക്കാം ഈ പറയപ്പെടുന്ന ബിന്ദുവുമായുള്ളത്. അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് ബിന്ദുവിലേക്ക് തിരിയാൻ അന്നേ ഇതൊക്കെ യാമിനിയുടെ കാലത്തെ ഇതൊക്കെ കേട്ടുകേഴ്വിയുണ്ടായിരുന്നു. അത്രയും പെട്ടെന്ന് ബിന്ദുവിലേക്ക് തിരിയാനും ബിന്ദു ഗണേഷിനോടൊപ്പം ഇറങ്ങിത്തിരിച്ചതും എന്തിനാണ്? ഏതായാലും കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു പ്രശ്നമാണിത്. ഏതെങ്കിലും സ്ത്രീയൊക്കെ വന്ന് പറയുമ്പോൾ, ഏതെങ്കിലും പുരുഷന്മാരെ പറ്റി ഏതെങ്കിലും സ്ത്രീകൾ പറയുമ്പോൾ ചില സ്ത്രീകൾ അങ്ങ് രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കും. അവർ ഭർത്താവ് അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന കാമുകൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. KB ഗണേഷ് കുമാറിനെ ഇന്നു മുതലല്ല, 90-91 കാലഘട്ടത്തിൽ വിമൻസ് കോളേജിന്റെ മുമ്പിലുണ്ടായിരുന്ന ശിശിരം എന്ന ഐസ്ക്രീം പാർലർ തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഓരോ വിഷയങ്ങളും പുറത്തു വന്നതാണ്. വളരെ ചെറുപ്പം മുതൽ ഇത്തരം ശീലങ്ങളുള്ള, സിനിമയിൽ ഇത്തരം ശീലങ്ങളുള്ള, എല്ലാ തരത്തിലും സ്ത്രീ വിഷയങ്ങളുള്ള ഒരാൾ, അയാളെ കുറിച്ച് വളരെ വ്യക്തമായി യാമിനി തങ്കച്ചി പറഞ്ഞതാണ്. വീടിനകത്ത് പോലും പെണ്ണുപിടിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് യാമിനി പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ കൊണ്ടറിയുന്ന ബിന്ദു ഇനി കൊണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ.